വീണ്ടും ഒരു വാക്ക് പറഞ്ഞാൽ ഈശോയുടെ നാമത്തിൽ വീണ്ടും നമുക്ക് ഒന്നിച്ചു കൂടുവാൻ എന്നെ ആ വേണ്ടതിനെ കൊടുത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ അതിവിശുദ്ധമായിട്ടുള്ളവരാണ് വലുത്. പ്രതീക്ഷയുള്ള ദൈവത്തിന്റെ മഹാസാന്നിധ്യം നമ്മളെ നിറയ്ക്കും, ശക്തീകരിക്കും. എല്ലാ ഭയവും മാറി തികഞ്ഞ ധൈര്യം നമ്മുടെ അകത്ത് ദൈവം പകരത്തേക്ക് പ്രാർത്ഥിക്കുകയാണ്. പ്രാരംഭമായി യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. അവൻ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കി. യേശു കർത്താവ് ശിഷ്യന്മാരുടെ യാത്ര ചെയ്യുന്ന ഒരു അവസരം. ആ യാത്രയുടെ മധ്യത്തിൽ കർത്താവിനോട് ഇഷ്ടപ്പെട്ടിരുന്ന ശിഷ്യകളിൽ ഒരു ശിഷ്യൻ പ്രകാരം ഒരു ചോദ്യം ഉന്നയിച്ചു. കർത്താവേ, എപ്പോഴും ഈ പിതാവിന്റെ കാര്യം പറയുന്നു. ഞങ്ങൾക്ക് ഒരു പിതാവിനെ അറിയാം, ഈ പിതാവിനെ ഒന്ന് കാണിച്ചു തരാം. ചോദിച്ച ശിഷ്യനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഫിലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യൻ ചോദിച്ചാണ്, ഈ പിതാവിനെ ഒന്ന് കാണിച്ചു തരാം. കർത്താവ് ചോദിക്കാൻ പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? യേശു കർത്താവ് പ്രവാചകനാണെന്നും യേശു കർത്താവ് ഒരു മെസ്സഞ്ചറായി പ്രപഞ്ചത്തിൽ ഇറങ്ങി വന്നതാണെന്നൊക്കെ പഠിപ്പിക്കുന്നവർക്കുള്ള നല്ലൊരു മറുപടിയാണ് കർത്താവ് ഞാൻ പറഞ്ഞത്. അതെന്നാണെന്നറിയോ? നാളെ ഇതുവരെ ഞാൻ നിന്റെ കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ നീ എങ്ങനെയാ പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നു? ഇതിനപ്പുറത്തുള്ള ഡെഫിനിഷനല്ല. അരൂപിയായ ദൈവത്തിന്റെ അടുത്തുകൂടാത്ത മഹത്വത്തിൽ വസിക്കുന്നവന്റെ പ്രതിരൂപമായി, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഇറങ്ങി വരാൻ പറ്റുന്ന തലത്തിൽ മനുഷ്യനായി, ആ അരൂപിയായ ദൈവത്തിന്റെ വെളിപ്പാടായി ഒരുവൻ നമ്മുടെ മുമ്പിൽ കൃപയും സമാധാനമായി പാർത്തു. എന്റെ പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി കാൽവറിയിൽ അവൻ പിടഞ്ഞ് ഇല്ലാതായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പല സംശയങ്ങളിൽ ഉന്നയിക്കപ്പെടുന്നതിന് നടുവിൽ യേശു പറയുക, നിങ്ങളുടെ പിതാക്കന്മാരല്ല മരുഭൂമിയിൽ മന്നത്. നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവുണ്ട് ദാവീദ്. ഈ ദാവീദ് പോലും എന്നെ എന്താ വിളിച്ചെന്നറിയാമോ? എന്താ വിളിച്ചത്? യജമാനനെ. കേട്ട് നിന്നവർ കണ്ടു നിന്നവർ എന്തെന്നറിയാമോ? വെറുതെ കുഞ്ഞു കല്ലെടുത്തു. എന്തൊരു ദൈവദൂഷണമാണ് പറയുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്തൊരു ദുരുപദേശമാണ്. യേശു തന്നെത്താനെ പറയുകയല്ല, അല്ലെങ്കിൽ സ്വന്തം വായിൽ പ്രസ്താവിക്കുകയാണ്, ഞാൻ ആരംഭം മുതലേ ഉള്ളവനാണ്. നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു അറിവുണ്ട്. നിങ്ങളുടെ അറിവെന്താ? മറിയത്തിന്റെ മകൻ. എന്നാൽ അതിനപ്പുറത്തൊരു അറിവ് ഞാൻ പങ്കുവയ്ക്കുക, ഞാൻ ആരംഭം മുതലേ ഉള്ളവനാണ്. നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ചോദിച്ചു, ഞാൻ അവർക്ക് നൽകി. ഞാനാ മരുഭൂമിയിൽ നിന്ന് നീരോദയെ പകർന്നത്. എന്തൊരു ദൈവദൂഷണമാണ് പറയുന്നത്. ഇവൻ എത്ര വയസ്സുണ്ട്? ഇവന്റെ സഹോദരിമാരും സഹോദരന്മാരും ഇവിടെ നമ്മുടെ ഇടയിലുണ്ട്. ഇവൻ എന്തൊരു ദൈവദൂഷണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കല്ലെടുത്ത് 3 വന്നപ്പോഴത്തേക്കും കർത്താവിനെ അവർ കണ്ടില്ല. അവൻ്റെ ഇടയിൽ നിന്നും മറഞ്ഞു കളഞ്ഞു. അവന്റെ സമയം അടുത്തിട്ടില്ലായതുകൊണ്ട് അവൻ അവിടെ നിന്ന് മറയപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാന
തത്വം തന്നെ യേശു ക്രിസ്തു മഹാദൈവമാണെന്നുള്ള ബോധ്യം ജനത്തിന് നൽകുന്നതായി. കാത്തിരിക്കുന്ന ജനത്തെ ഉറപ്പിക്കാനുള്ളതായിരുന്നു ഈ സുവിശേഷത്തിന്റെ കാതലായ അംശം. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ മുഖാന്തരം സകലതും ഉളവായി, അവരെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ഈശോയുടെ കർത്തൃത്വത്തെ പറ്റി ബോധ്യപ്പെടുത്തി തരുന്ന ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണ്. തുടർന്നതിന്റെ 12, 13, 14 വാക്യങ്ങൾ വായിക്കാം. 12 മുതൽ 14 വരെയുടെ വാക്യങ്ങൾ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. അപ്പൊ ദൈവമക്കളാകണമെങ്കിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് വചനത്തിലിരിക്കുന്നത്. ഇന്ന കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾ ദൈവമക്കളാവുന്നല്ല എഴുതിയിരിക്കുന്നത്, ആണോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുക്കും. രാമൻ പറഞ്ഞാണ് വായിച്ചാൽ ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. പാപത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരുന്ന ജീവിതത്തിൽ ഹല്ലേലൂയ എന്നെ അതിൽ നിന്ന് മോചിപ്പിച്ച ദൈവം യേശുവിന്റെ അടക്കത്തും ഉയർപ്പിലൂടെ ഞാൻ താഴ്ത്തപ്പെട്ടപ്പോൾ എനിക്ക് വീണ്ടും ജനനം സാധ്യമായി. ഈ വീണ്ടും ജനനം സാധ്യമായത് ഒരു പുരുഷന്റെ ഇഷ്ടത്താലല്ല, ഒരു സ്ത്രീയുടെ ഇഷ്ടത്താലല്ല, പിന്നെ സ്വർഗത്തിന്റെ പ്രസാദ മുഖാന്തരമുള്ളവരായി. ഹല്ലേലൂയ. ഞാൻ ഒരു പൈതലായി ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വന്നത് എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും ഇഷ്ടങ്ങളുടെ ഫലമാണ്, ആഗ്രഹങ്ങളുടെ ഫലമാണ്. പക്ഷെ അങ്ങനെ ഉളവായതല്ല എന്നെ വീണ്ടും ജനനം. സ്വർഗത്തിലെ എൻ്റെ അപ്പയുടെ പദ്ധതി പ്രകാരമാണ് എനിക്ക് വീണ്ടും ജനനം സാധ്യമായത്. ഒരാമയും പറയുന്നുണ്ട്. ഓക്കെ, 14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെയും പാർത്തു. തേജസ്സായി കണ്ടു. പിതാവിന്റെ തേജസ്സിനെ ഞങ്ങൾ എവിടെ കണ്ടു? പുത്രനിലൂടെ ഞങ്ങൾ കാണുകയാണ്. അതിന് 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ നിറവിൽ നിന്ന്, ആരുടെ നിറവിൽ നിന്ന്? മോശയുടെ, അബ്രഹാമിന്റെ, യാക്കോബിന്റെ, മരിയാമിന്റെ, ശിംശോന്റെ, ആണോ? അങ്ങനെയാണോ വചനത്തിലിരിക്കുന്നത്? അല്ല, യേശു ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപയും പിന്നെ കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം. എങ്ങനെ ന്യായപ്രമാണം ഉണ്ടായത്? കൽപ്പനകൾ, ഉപകൽപ്പനകൾ ലഭിച്ചത് എങ്ങനെ? മോശ മുഖാന്തരം ഉണ്ടായി. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരമാകുന്നു. അതുകൊണ്ടാണ് കൃപയും സത്യത്തെ പിന്നെ മാത്രം പ്രസംഗിക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ ക്രൈസ്തന്റേതായിട്ടുള്ള ഒരു പ്രീച്ചിങ് വരുമ്പോൾ അവിടെ എന്ത് ബോധിക്കുന്നറിയാവോ? മോശയുടെ പ്രമാണത്തിലേക്ക് കടക്കത്തില്ല. കാരണം ഞാൻ മോശയുടെ പ്രമാണത്തിന്റെ ഒരു വ്യക്തിയല്ല, എനിക്ക് യഹൂദ വർഗവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ ജാതിയായ വ്യക്തിയാണ്. യഹൂദനല്ലാത്ത എല്ലാവരും ആരാണ്? ജാതികളാണ്. ഈ ജാതിയായിരുന്ന എൻ്റെ അപ്പയ്ക്ക് ഇഷ്ടം തോന്നി. പുതിയൊരു പ്രമാണം എന്റെ ഹൃദയത്തിൽ അവൻ എഴുതി. സ്നേഹം കൊണ്ടൊരു പ്രമാണം, രക്തം കൊണ്ടൊരു പ്രമാണം. ആ പ്രമാണത്തിന്റെ കീഴിലാണ് ഞാൻ ഇന്നായിരിക്കുന്നത്. മോശ തന്ന പ്രമാണത്തിന്റെ കീഴിലല്ല. അപ്പൊ മോശ പ്രമാണവും ചട്ടവും കൽപ്പനകളും തന്നുവെങ്കിൽ യേശു ക്രിസ്തു എന്ത് വന്നു? കൃപയും സത്യവും നൽകി. ഓക്കെ, ദൈവത്തെ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മോശ ന്യായപ്രമാണം എഴുതി കൊടുത്തവന്റെ കയ്യിൽ കയറി പിടിച്ചു. ആ ന്യായപ്രമാണം എഴുതി കൊടുത്ത ദൈവത്തിന്റെ കരങ്ങളിൽ ക്രോധം നിറഞ്ഞ ദൈവം താഴെ വിഗ്രഹത്തിന് മുമ്പിൽ ആർത്തിരമെന്ന ഇസ്രായേലിനെ തകർത്ത് കളയേണ്ടതെന്ന് എഴുതിക്കുകയാണ്. അതിന് മുന്നോട്ട് ചലിക്കരുതെന്ന് പറഞ്ഞ് ഒരുവൻ ദൈവത്തിന്റെ കയ്യിൽ പിടിച്ചു. ബൈബിളിൽ തെളിയിക്കുന്ന ദൈവത്തെ ആരും
കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അപ്പ പറഞ്ഞത്, ഈ മോശയ്ക്ക് സംഭവം കൊടുത്തത് ഞാനാ. ആരാ പറഞ്ഞറിയോ? എന്റെ യേശു അപ്പ. എവിടൊക്കെ സർവശക്തനായ ദൈവം പ്രപഞ്ചത്തിൽ മാനവരാശിക്ക് മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ടോ അത് ആരായിരുന്നു? വിശുദ്ധ വചനം പ്രഖ്യാപിക്കുന്നു, എന്റെ യേശു അപ്പയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പ പറഞ്ഞ നിങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ മന്നത് ഞാനാ, നീറവേ നൽകിത്തന്ന ഞാന്, സകലതും ഉളവായ യേശുവിനെ കൂടാതെ അല്ല എന്ന് യോഹന്നാൻ അസന്നിഗ്ധമായി പ്രസ്താവിച്ചത് അത് മുഖാന്തരമാണ്. സകലതും ഉളവായത് യേശു മുഖാന്തരം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. കൊലോസ്യൻസ് 2-ാം അധ്യായം അതിന്റെ 8 മുതൽ 15. കൊലോസ്യൻസ് 2-ന്റെ 8 മുതൽ 15 വരെ വേഗം വായിക്കണം. തത്വജ്ഞാനവും വെറും വഞ്ചനകൊണ്ടും ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പി. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം അല്ല. നിയമവും ചട്ടവും പ്രമാണവും കൽപ്പനകളും ഉപകൽപ്പനകളും കൊണ്ട് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുള്ള യേശു ക്രിസ്തുവിന്റെ സത്യവചനമല്ല. യഹൂദന് പോലും ആചരിക്കാൻ പറ്റാത്ത നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രമാണങ്ങളുടെയും തത്വജ്ഞാനങ്ങളുടെയും ആശയങ്ങൾ നിങ്ങളിലേക്ക് നൽകുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയല്ല. യേശുവിനെയുള്ള അവിടെ കൃപയുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ രോഗസൗഖ്യമുണ്ട്, അവിടെ വിടുതലുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എത്രാമത്തെ വാക്യം വായിച്ചു? യേശു ക്രിസ്തുവിലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും. അത് നമ്മളിപ്പോ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ച ഭാഗമാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ യേശുവിൽ നിങ്ങൾ പൂർണ്ണരായിരിക്കുന്നു, പരിപൂർണരായിരിക്കുന്നു. ഈ ബോധ്യം നമ്മുടെ അകത്ത് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ അകത്ത് ഭയം നിറയുന്നത്, ആകുലം നിറയുന്നത്, നാളെ ചൊല്ലി ടെൻഷൻ ഉണ്ടാകുന്നത്. ഞാൻ എവിടെ ഇരിക്കുകയാണ്? അമ്മച്ചന്റെ മടിയിൽ ഇരിക്കുന്നവർ ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ചിലവരെ അവിടെ കുഞ്ഞാൻ്റെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഈ കുഞ്ഞാൻ്റെ വെള്ളം പിടിച്ച് കിടക്കുന്നവർ ഇത് ചിന്തിക്കാൻ പറ്റത്തില്ല. പാട്ടൊക്കെ പാടും, ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. അന്നേരം പാടുമ്പോഴും കുഞ്ഞാറ്റിയെ പറ്റി ചിന്തിച്ചോണ്ടാ പാടുന്നത്. കാരണം കുഞ്ഞാറ്റി കൈവിട്ടോ എന്തോ പോകും. വാസ്തവ ഉപദേശം പറയാം, അതൊക്കെ വല്ലതും ചെല്ലണമെങ്കിൽ ആര് വേണം? അങ്ങനെ മനുഷ്യസുഖം പ്രവർത്തിക്കണം. ആശ്രയിക്കേണ്ടവരെ ആശ്രയിക്കുക. അങ്ങനെ ബോധമകത്ത് ഉണ്ടാകണമെങ്കിൽ നീ ക്രിസ്തുവിനാണെന്നുള്ള തിരിച്ചറിവിനകത്തുണ്ടാകണം. ജാതികളുടെ ഒരു മർമ്മം പൗലോസ് പറയുക എന്താണെന്നറിയാമോ? യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ മർമ്മം. അത് പറയാൻ ഒരു ലക്ഷ്യമില്ല. ഇത് കേട്ടാൽ യഹൂദന്മാർക്ക് പിടിക്കുമോ? യഹൂദ പ്രമാണത്തിലൊന്നും ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലേക്ക് കയറിയൊന്നും പിടിക്കുമോ? ചുമ്മാ അങ്ങനെ യേശു കയറി ഹൃദയത്തിരിക്കുമെന്ന് പറയാം. ഒരു തിരിച്ചറിവില്ല. ഈ അറിവാണ് എന്നെ ശക്തീകരിക്കുന്നത്. ഒരാമയം പറയാൻ വായിച്ചാൽ അവന് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാണ്. ക്രിസ്തുവിന്റെ പരിച്ഛേദന പറഞ്ഞത് കാൽവരിയിലെ കൊലക്കളത്തിൽ നടന്ന പരമയാഗം മുഖാന്തരം ജഡശരീരം ഉരുങ്ങികളാണ് ജപിച്ചു. ബാക്കി വായിച്ചു. എത്രാമത്തെ വാക്യം വായിച്ചു? ബാക്കി വായിച്ചു. കേട്ടോ, സ്നാനത്തെ പറ്റി പറയുക. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ
അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം ദൈവത്തിന്റെ വ്യാപാര ശക്തി വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇന്നലെ വരെ പാപത്തിന്റെ ചെളിക്കുള്ളിൽ കിടന്നൊരു ചെറുപ്പക്കാരാണ് വിചാരിച്ചാണ് സ്നാനം നടക്കുക, വെള്ളത്തിൽ ആട്ടപ്പെടും. നമുക്ക് ഇപ്പൊ ഇവിടെ വെള്ളത്തിനടിയിലാണ്, ഭൂമികളുടെ സമ്പർക്കം ഇല്ലാതായി മാറി. ഒരടക്കം നടന്നു. ഈ അടക്കത്തിൽ ഇവനെ ലഭിക്കുകയാണ്. പിന്നെ പുറത്തു വരുന്നവൻ ആരെന്നറിയാമോ? ദൈവത്തിന്റെ സന്തതിയാണ്. ഒരടക്കം നടന്നു, അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. യേശു അമ്മയുടെ മരണത്തിനോടും ഉയർപ്പിനോടും ആര് താതാത്മ്യപ്പെട്ടു? താതാത്മ്യപ്പെട്ടു. അതുമാത്രം എന്തുണ്ടായി പോയിരുന്നത്? അതുമാത്രം എന്ത് സംഭവിച്ചു? വാക്യം വായിച്ചാൽ ആ സ്നാനത്തെ സംബന്ധിച്ച വാക്യം വായിച്ചാൽ അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അന്തർധർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. ആരോടുകൂടെ? യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ഹല്ലേലൂയ. എത്ര വാക്യം വായിച്ചു? 14, 15 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായ പ്രതികൂലമായ കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇപ്പൊ ഈ നീക്കിക്കളഞ്ഞതിനെ പിടിച്ച് തലയിൽ ചൂടക്കുന്ന ഒത്തിരിയാണോ? നമ്മളിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പുതിയത് പഴയതോടെ ഒന്നിച്ച് തുരുത്തി ഒഴിച്ചു വെച്ച് തുരുത്തിക്കത്തിട്ട് തുരുക്കുന്നവരാണ്. തുരുത്തി സർവത്ത് നടത്തുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? തുരുത്തി പൊളിഞ്ഞ് പോകും. കാരണം എന്താ? തുരുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ഈ തുരുത്തി പൊളിഞ്ഞു പോകും. കാരണം എന്താണെന്നറിയാമോ? പഴയത് പുതിയതോട് മിക്സ് ചെയ്യാൻ കൊള്ളാവുന്നതല്ല. പഴയ തുണിയും പുതിയ തുണിയും കൂടെ ഒന്നിച്ച് ചേർത്ത് തുണി ചേർക്കത്തില്ല. അതിന്റെ ചീന്തൽ വലുതായിരിക്കും. ഇതൊക്കെ പറഞ്ഞാണെന്നറിയോ? അപ്പോസ്തലനായ പൗലോസ് പഴയത് നല്ലതായിരുന്നുവെങ്കിൽ പുതിയതിന് ഇടം അന്വേഷിക്കേണ്ടതില്ലായിരുന്നു. ആര് പറയുക? അപ്പോസ്തലനായ പൗലോസ്. പഴയ നിയമത്തെ ആധികാരികമായി പഠിച്ചവൻ തന്നെ പറയുകയാണ്, പഴയത് നല്ലതായിരുന്നുവെങ്കിൽ പുതിയതിന് ഇടം അന്വേഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. പുതിയൊരു ഇടം വേണ്ടി നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു മാത്രം സ്ഥാപിക്കപ്പെടും. എത്രാമത്തെ വാക്യം വായിച്ചു? 15ാമത്തെ വാക്യം വായിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി പരസ്യഘോരമാക്കി കളഞ്ഞു. പിശാചിന്റെ അധികാരങ്ങളും ബലങ്ങളും എല്ലാം എന്റെ അപ്പയുടെ കാൽക്കില്ല. എന്റെ അപ്പ ഏറ്റവും വലുതാണെന്ന് ചിന്തിക്കുന്നവരെ രോഗം അടിക്കത്തില്ല, അന്യായ ശക്തികൾ തൊടാൻ പറ്റത്തില്ല. ഇതൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ശക്തിക്കും നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല. അയ്യോ, ദൈവം നമ്മളെ ചില പരീക്ഷണങ്ങളിലൂടെ കടത്തി പരീക്ഷകളിലൂടെ കടത്തി വിട്ട് ശുദ്ധീകരിച്ചിട്ടില്ല. കാര്യങ്ങൾ വിടുക. ദൈവവചനത്തെ ഉൾട്ടാ പറയരുത്. അതൊരു പ്രശ്നം. കർത്താവ് യാക്കോബ് അപ്പോസ്തലൻ യഹൂദന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ, യഹൂദ വിശ്വാസത്തിൽ നിന്നും കർത്താവിനെ അറിഞ്ഞ ഗണത്തിൽ ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിനകത്ത് വ്യക്തമായി എഴുതിയിരിക്കുന്നു, അവൻ നിങ്ങളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലേ അല്ല. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ പറയരുത് എന്റെ ദൈവമാണ് നിങ്ങളെ പരീക്ഷിച്ചത് പറയരുത്. നിങ്ങൾ നിങ്ങളുടെ ഭോഗേച്ഛകൾക്ക് വേണ്ടി, നിങ്ങളുടെ ജഡികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചലിക്കുമ്പോൾ പിശാചിന്റെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അത് ദൈവത്തിന്റെ പരീക്ഷണങ്ങളും പരീക്ഷയുമല്ല. പിന്നെ ചിലതൊക്കെ പാടാൻ പറ്റുമോ? പറ്റത്തില്ല. അധികാരത്തിന്റെ ശുശ്രൂഷ,
ശക്തിയുടെയും അധികാരത്തിന്റെയും അടയാളമായി ദൈവം നിങ്ങളെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ power and authority, ശക്തിയും അധികാരവും അതെവിടെയിരിക്കുന്നു? അവൻ വിശ്വസിക്കുന്നതിന് ഉള്ളതിരിക്കുന്നു. കണ്ണുകളെല്ലാം പ്രാർത്ഥിക്കാൻ നന്മയിൽ ഞങ്ങൾക്ക് ദാനമായി തന്നതിന് രോഗങ്ങളെ കണ്ട്, പ്രശ്നങ്ങളെ കണ്ട്, പ്രതികൂലങ്ങളെ കണ്ട് പേടിച്ചിരിക്കുവാനല്ല, അതിന്മേൽ ജയമെടുക്കുവാൻ എന്റെ ദൈവമെന്നെ ശക്തീകരിച്ചിരിക്കുന്ന ബോധ്യം ഞങ്ങളിലേക്ക് അത് പകരുന്നതിന് ഭയത്തിന്റെ ആത്മാവ് മാറിപ്പോകണം. സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ധൈര്യത്തിന്റെ ആത്മാവ് പകരപ്പെടണം. വാളിനും വടിക്കും സംഘടനാ ബലങ്ങൾക്കും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ലെന്നൊരു ബോധ്യം, ആത്മീയ ബന്ധത്തിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് നിന്നെ കാക്കാൻ കഴിയത്തില്ല ബോധ്യം ഇന്ന് പകൽക്കാലത്തെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിന്റെ ജീവിതത്തിൽ പദ്ധതി കൽപ്പിച്ചവന്റെ ആ പദ്ധതിക്കകത്ത് നിന്നും നിന്നെ ഒരു ശക്തിക്ക് വേർതിരിക്കാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിവുണ്ടാകട്ടെ. സ്വർഗം പ്രാർത്ഥനകളെ മാനിക്കുന്നതിന് ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, യേശു കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ജീവിതത്തിൽ സകല അനർത്ഥങ്ങളും മാറിപ്പോകും, സകല ആപത്തുകളും മാറിപ്പോകും, നല്ലത് സംഭവിക്കുന്നു. ഞാൻ ആമേൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ വലിയ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.